ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി കിഡ്ലോസ്കി ചിക്കൻ മന്തി ഉണ്ടാക്കിയാലോ? അതും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ. നമുക്ക് വളരെ എളുപ്പമായ രീതിയിൽ മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം കഴുകി വൃത്തിയാക്കി ഇതുപോലെ പീസാക്കി എടുത്ത ചിക്കനിലോട്ട് ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു എന്നിവ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. റൈസ് എടുക്കുന്നത് 1/2 കിലോനാണ്. അതിനുശേഷം അതിലോട്ടൊരു 4 പീസ് മാഗി ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായി മുറിച്ചു കൊടുത്ത ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കണം. ഞാനൊരു ഫുള്ള് ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് ഇതിന്. അതിനുശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അത് ഏകദേശം ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു 2 തക്കാളി നല്ലപോലെ പേസ്റ്റാക്കി എടുത്ത് ഇട്ട് കൊടുക്കണം. തക്കാളിയുടെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 2 തക്കാളി എടുത്തത്. അതിനുശേഷം കുറച്ച് കളർ ഒഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആക്കാം. അടുത്തതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾ ഓയിലാണ്. കോക്കനട്ട് ഓയിൽ ഒരിക്കലും യൂസ് ചെയ്യരുത്. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഇറച്ചിയും ആ മസാല എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാൻ വേണ്ടി കൈകൊണ്ട് നല്ലപോലെ ഒന്ന് പെനച്ചു കൊടുക്കണം. കളർ കമ്മിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കളർ ഒഴിച്ചു കൊടുക്കാം. എനിക്കിവിടെ അത്ര കളർ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി കളർ ഒഴിച്ചത്. പിന്നെ അത് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊരു 1/2 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് ആ ചിക്കനിലൊക്കെ ആ മസാല നല്ലപോലെ പിടിക്കുള്ളൂ. 1/2 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് അടുപ്പത്ത് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് വേവുമ്പോഴേക്കും നമുക്ക് നമ്മളെ റൈസിൻ്റെ പരിപാടി നോക്കാം. അതിനായി ഒരു പാത്രത്തിലോട്ട് വെള്ളം വെച്ച് നമുക്ക് അതിലോട്ട് ഇലയും കുറച്ച് ജീരകവും കുറച്ച് കുരുമുളകും പിന്നെ ഒരു ചെറുനാരങ്ങ നടു വളർന്ന് ഇട്ട് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് പ്രശ്നമില്ല, കാരണം നമ്മളിത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് തിളയ്ക്കാൻ വിടണം. പിന്നെ ഒന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മുടെ കഴുകി വൃത്തിയാക്കിയ അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അരി നല്ലപോലെ വേവാകുമ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് അരി ഒന്ന് ഊറ്റിയെടുക്കണം. അത് നല്ലപോലെ ഊറ്റിയെടുത്ത് ഡ്രൈ ആയതിനു ശേഷം നമ്മുടെ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചിക്കൻ്റെ മുകളിലോട്ട് ഈ റൈസ് നല്ലപോലെ ഡ്രൈ ആയ റൈസ് ഇട്ട് കൊടുക്കണം. ചിക്കൻ നല്ലപോലെ വെന്ത ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ചിക്കനൊക്കെ വെന്ത് ഒരു ഡ്രൈ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലോട്ട് നമ്മൾ ഈ റൈസ് ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ആ എണ്ണ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ചിക്കനിൽ നിന്ന് എടുത്ത എണ്ണയാണ്. അത് ഏകദേശം അതിൻ്റെ മസാല എല്ലാം കൂടിയുള്ളൊരു എണ്ണയാണ്. അത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതിന് മുകളിലോട്ട് ഒരു 4 പച്ചമുളക് ഇതേപോലെ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് ആവി കയറ്റി കഴിഞ്ഞാൽ നമ്മളെ മന്തി റെഡിയായി. ഇതുപോലത്തെ അടിപൊളി കിടിലം വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.